ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അതായത് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണിത്. അപ്പം നമ്മളത് കാണാൻ വന്നതാണ്. അപ്പോൾ അവിടെ തോട്ടത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളാണ് കേട്ടത്. ഭയങ്കര വലിയ കുറേ ഏക്കർ കണക്കിനുള്ള കാപ്പിത്തോട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പാറക്കെട്ടുകളും വെള്ളച്ചാട്ടവും. അപ്പം നമ്മൾ ശരിക്കും വേനൽക്കാലം ആയതുകൊണ്ടാണ് ഈ വെള്ളമില്ലാത്തത്. ഒരുപാട് എന്താ പറയുക, കാട് പോലെയാണ് സ്ഥലം. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും കൂടിയിട്ട് ഭയങ്കര കാടും അതിൻ്റെ ഉള്ളിൽ കുറേ പാറക്കൂട്ടങ്ങളും വെള്ളവും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ ഉള്ളൊക്കെ കാണാൻ നമ്മളിപ്പോൾ കുറേ എത്രയോ ഏക്കർ ഉള്ളിലോട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. റോഡ് സൈഡിൽ നിന്ന് ഉള്ളിലോട്ടാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി ഉള്ളത്. നല്ല ഭംഗിയുണ്ട്. വയനാട്ടിലാണിത്. അപ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒറ്റയ്ക്കൊന്നും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡും അവരുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കാണാൻ വന്നതാണ് കേട്ടോ. കുറേ വലിയ വലിയ മരങ്ങളും പിന്നെ നല്ല വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ് കേട്ടോ അവിടെ. പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ആയതുകൊണ്ട് തന്നെ അകത്തേക്ക് വേറെ ആർക്കും പ്രവേശനമൊന്നുമില്ല. വലിയ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാവൽക്കാരും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ വന്നിട്ട് അവിടെ പുലിയും കാടിൻ്റെ ഒരു സൈഡും കൂടെയാണ്. പുലിയും ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരമായി. അപ്പോൾ ആനയും പുലിയൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോവാണ്. കാരണം എൻ്റെ പുറകിൽ ഹസ്ബൻഡ് വരുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് ഓടാനൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ വേഗം നടക്കുകയാണ് കേട്ടോ. ആ കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങാനും വല്ല പുലി എങ്ങാനും ചാടിയാലേ ഒറ്റൊരു കടിച്ച് പിടിച്ചുകൊണ്ട് പോകാനേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ എല്ലായിടത്തും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറേ ദൂരം നടന്നാലാണ് നമ്മൾ പിന്നെ മെയിൻ റോഡിലേക്ക് എത്തുള്ളൂ. പിന്നെ ഇത് കുളമാണ് കേട്ടോ. അത് അവരുടെ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കുളം കുത്തി വെച്ചതാണ്. നല്ല ഭംഗിയുണ്ട് ആ കുളത്തിൻ്റെ അടുത്തേക്ക് പോകാൻ. പക്ഷെ അറിയാതെയൊക്കെ നടന്ന് പോവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വീണ് പോയാലൊക്കെ നല്ല അപകടമാണ്. അപ്പോൾ അവിടെ കുറേ ഹിന്ദിക്കാരൊക്കെയാണ് കേട്ടോ പണിക്കാരുള്ളത്. ജാർഖണ്ഡിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ. അപ്പോൾ അവർ കുറേ ആൾക്കാരുണ്ട് അവിടെ. പിന്നെ അപ്പോൾ ഈ സമയം ആയതുകൊണ്ട് അവർ പണിയൊക്കെ കയറി പോയിട്ടുണ്ട്. അവർക്ക് അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, മേലെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ആ കുളം. അപ്പോൾ എനിക്ക് സത്യത്തിൽ അവിടെ നിൽക്കാൻ നല്ല പേടിയുണ്ട്. എപ്പോഴാണ് പുലിയൊക്കെ വന്ന് ഇറങ്ങി നമ്മളെ മുന്നിൽ പ്രത്യക്ഷപ്പെടാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇരുട്ടാവുന്നതിനനുസരിച്ച് നമുക്ക് പേടി കൂടി വരികയാണ്. അപ്പോൾ നടന്ന് നമ്മൾ നല്ല എന്താ പറയുക ഊപ്പാടിളകിയിട്ടുണ്ട്. എന്നാലും ഈ സ്ഥലം കാണാൻ നല്ല വൈബുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലോട്ട് കുറേ സ്ഥലങ്ങളുണ്ട്, പാറക്കെട്ടുകളും വെള്ളച്ചാട്ടവും ഒക്കെ. പിന്നെ ഞാൻ ആണുങ്ങളൊക്കെ അങ്ങോട്ട് പോയി, ഞാൻ അധികം ദൂരേക്ക് പോയില്ല. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടില്ലേ ഇങ്ങനെ കാപ്പിത്തോട്ടത്തിൽ പുലിയും കടുവയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ അങ്ങോട്ട് ഓടാനും ഒന്നും നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായല്ലോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.